പിഗ്മി സൂ. ഹലോ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മ വേറൊരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തതാണേ. എന്നിട്ടോ ആ പ്ലാൻ നടന്നിട്ടില്ല. അങ്ങനെ റൂട്ട് മാറ്റി പിടിക്കുക ചെയ്തത്. ശരിക്കും എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മ ആദ്യം മഴ കാണാൻ വേണ്ടിട്ടാണ് പോയത്. മഴ ഒരു ഏരിയയിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി എല്ലാം നോക്കി നേരെ കത്തിച്ച് വിടയുന്നു കേട്ടോ. നമ്മയുടെ എത്തുമ്പോൾ മഴ തീരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തിന്ന് മഴ കാണുമ്പോ ഇത്രല്ല അതിശൂലെന്ന് നിങ്ങൾക്ക് തോന്നുക അല്ലെ? ശരിയാണ്, നമ്മ നാട്ടിലെല്ലാം ഉണ്ടാവുമ്പോ നമുക്ക് മഴ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അതിശൂല കാര്യമൊന്നുമല്ല. പക്ഷെ ഈടുന്ന് ഇങ്ങനെ മരുഭൂമിയിലെ മഴ എല്ലാം പറഞ്ഞ ഒരു സംഭവം എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ നമ്മ ഓൾറെഡി ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ അറിയില്ല. ഓൾറെഡി നമ്മ ഇങ്ങനെ മഴ കാണാൻ വേണ്ടിട്ട് ഒരു പ്രാവശ്യം ഇറങ്ങിയതാണ്. അവസാനം മഴയും കണ്ടിട്ടില്ല, മഴക്കാറും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാണൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിനെ. അന്നേരം ആ ഒരു ഇതില് നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞാണൊക്കെ. പക്ഷെ ഇന്നും പതിവിന് വിപരീതമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ വീണ്ടും പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു വരയുന്നു കേട്ടാ. ആക്ച്വലി നമ്മ ഇതിനു വേണ്ടി കുറെ ട്രാവൽ ചെയ്തുവേ, കറങ്ങി തിരിഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം അവിടുന്ന് മെല്ലെ റിട്ടേൺ അടിച്ചു. അനുവാദിയാണെങ്കിൽ കുറെ ട്രാവൽ ചെയ്തോണ്ടാന്ന് തോന്നുന്നു വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ടായിനി, അതുകൊണ്ട് കയ്യെല്ലാം ഉള്ളിൽ വദോസാക്കി വെച്ചിട്ട് മൂടി പുതച്ചിട്ട് ഉറങ്ങുന്ന പോലെയാണ് കേട്ടോ ഉറങ്ങുന്നത് രണ്ടാളും. എനിക്ക് തോന്നുന്നു അത് ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യാന്ന് തോന്നുന്നു അങ്ങനെ കിടക്കുന്നത്. പിന്നെ അവസാനം കുറച്ച് കഴിയുമ്പം ഉറക്കെല്ലാം എണീച്ചു. പിന്നെ ഞാനിങ്ങനെ ചേട്ടനോട് പറയുകയും ചെയ്യുന്നുണ്ടേ, അയ്യോ പിന്നെ എൻ്റെ ഒരു മീൻസ് ഒരു വീഡിയോ എടുത്തിട്ട് അവസാനം എവിടെയോ ഇല്ലാണ്ട് അത് അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന്. പിന്നെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതൊന്നും നടക്കൂലല്ലോ. പിന്നെ എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് റിട്ടേൺ അടിക്കുന്നു കേട്ടാ. നമ്മിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത ട്രാക്കിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിന്റെ പുറകിൽ നിറയെ ആട്ടിൻകുട്ടികൾ. ആട്ടിൻകുട്ടിയാണോ അറിയില്ല, കുറച്ച് ആട്ടിൻകൂട്ടം. അന്നേരം അനുവാദിയാണ് ഇത് നോട്ട് ചെയ്യുന്നത്. അന്നേരം അജയേട്ടൻ പെട്ടെന്നൊരു ഐഡിയ വന്നു, നമുക്ക് ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോവാന്ന്. അന്നേരം അങ്ങനെയാ നമ്മ റൂട്ട് വേഗം തിരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മുന്നിൽ കാണുന്ന ആട്ടിൻകൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിനി. അതും അവിടത്തേക്ക് തന്നെയാ ഉണ്ടായിനി കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടിയും ഇതിലെ ആടും കൊണ്ടാണ് ഇന്ന് ശരിക്കും നമ്മൾ ഇവിടെ എത്തിയത്. ഇത് ഷാർജ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഇവിടെ നമ്മൾ എന്തെന്ന് പറയല്, ഫ്രഷ് ചിക്കനെല്ലാം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. നമ്മ കോഴീനെ നമ്മ അതില് സെലക്ട് ചെയ്തിട്ട് അവരത് കട്ട് ചെയ്തിട്ട് കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് തരുവേ. അതുകൊണ്ട് മീൻസ് നമ്മളെ നാടൻ ചിക്കൻ എന്നെല്ലാം പറയില്ലേ, അതുപോലെ നാട്ടിലെ നാടൻ ചിക്കൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും ഓക്കെ ആണ് കേട്ടാ. നമുക്ക് എല്ലാ സംഭവങ്ങളും മട്ടൻ ആയാലും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുവേ. ബീഫ് ആയി കഴിഞ്ഞാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആനിമൽസും ഉണ്ട് ഇവിടെ. ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നതാണ് കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് റൗണ്ട് അടിക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത് കേട്ടാ. ചിലപ്പോ അനുവിനെ അധികം അത്ര ഒരു സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ ആണ് പൊതുവേല്. നമുക്കൊന്നും പിന്നെ പ്രശ്നമില്ല, നമുക്കതൊന്നും പുത്തിരിയല്ല. എന്നാലും ഓരോരാൾക്ക് അത്ര ഒരു അതിൻ്റെ സ്മെല്ല്, ഇപ്പൊ നമ്മള് എന്തെന്ന് പറയല്, പശുവല്ലൂലെ വീട്ടില് ചാണകത്തിന്റെ എല്ലാം സ്മെല്ല്, അതെല്ലാം നമുക്കൊരു ഇറിറ്റേഷൻ ആക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അന്നേരം അനുവാദി ഇപ്പൊ പുതിയ ജനറേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊന്നും അതൊന്നും അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാലും നടന്നു പോയി ഒരു വീഡിയോ എല്ലാം എടുത്തിട്ട് വരാന്നുള്ളൊരു പ്ലാൻ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിട്ടു. കാരണം ഓൾറെഡി ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് അടുത്തത് കിട്ടി ദൈവമായി എടുത്തു തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് താക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് ഉണ്ടായി കേട്ടാ. എനക്കത് നന്നായിട്ട് എന്തെന്ന് പറയല് അടിക്കാൻ തുടങ്ങി, സ്മെല്ല് അടിക്കാൻ തുടങ്ങി. അനുവാദിയെല്ലാം അതിന്റെ ഇടയിൽ നല്ല സൗണ്ട് എല്ലാം ആക്കുന്നുണ്ട്. ആടിന്റെ എല്ലാം സൗണ്ട് ആക്കുന്നുണ്ട് അവർ ആടിനെ കാണുമ്പോ. ഇടയിലെ ആനിമൽസ് മീറ്റിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് വളർത്തുന്നത് എന്ന് ഞാൻ അനുടാദിയോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇങ്ങനെയുള്ള കാര്യമെല്ലാം വല്ലാണ്ടൊരു സങ്കടമുള്ള കാര്യമാണ്. പണ്ടൊരിക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അനുവാദിയും ഏകദേശം ഒരു 80% 90% അവര് വെജിറ്റേറിയൻ ആണ്. ബാക്കി 10% മാത്രമാണ് ഇവര് കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കലേ. അന്നേരം മുമ്പൊരിക്ക നമ്മള് നാട്ടിലുണ്ടാവുന്ന സമയത്ത് കോഴി കടയിൽ പോയിട്ട് അവിടുന്ന് ഒരു കോഴീനെ വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിന്. അതിനുശേഷം അവർക്ക് ചിക്കൻ എല്ലാം കാണുമ്പോൾ അവർക്ക് ആ ഒരു സങ്കടം വരും, അതിങ്ങനെ കൊല്ലുന്നതല്ലേ,
എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടല് പൊതുവേല് കട്ട് പീസ് ആയിട്ടാണ് നമ്മളിപ്പോ ലുലുന്നെല്ലാം നമ്മൾ വാങ്ങിക്കല്. അന്നേരം ആ സമയത്ത് ഇവർക്ക് അത്ര വലിയ പ്രശ്നവുമില്ല, എന്നാലും കഴിക്കൂലേ, എന്നാലും കാണുമ്പോ ആ ഒരു സങ്കടം വരില്ല. പക്ഷെ ഇത് കോഴിയോടെ എടുത്ത് കൊന്ന് നമ്മളെ കയ്യിൽ തരുന്ന സമയത്ത് ആ ഒരു സങ്കടം നന്നായിട്ട് അവർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മീറ്റിന് വേണ്ടിയിട്ടാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലേ. ഇതിപ്പോ ചിലപ്പോ വീഡിയോ കാണുമ്പോ അവർ അറിയുമായിരിക്കും കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇതിപ്പോ നീണ്ടു പരന്ന് കിടക്കുന്നുണ്ടേ, പാർക്കിങ്ങിനെല്ലാം നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഓരോരോ സെക്ഷനായിട്ടാണ്, മട്ടന്റേതാണെങ്കിലും അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് വരുന്നതാണ്. അവിടെ ഉണ്ട്. ആ സമയത്ത് ഇവിടുന്ന് ഒരാള് ഒന്നിനെ പിടിച്ചോണ്ട് പോകുന്നതെല്ലാം കണ്ടേ. അന്നേരം അനുനിയാതിക്ക് അത് വല്ലാണ്ടൊരു ബേജാറായിട്ടുണ്ടായിനി. അത് അയ്യോ അതിന് കൊണ്ടുപോകുന്ന എന്തിനു കൊണ്ടുപോകുന്ന. അന്നേരം അജയേട്ടൻ പറഞ്ഞു അത് വൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഷീപ്പല്ലേ, കുറച്ച് നമ്മള് ചെമ്മരിയാടിന്റെ കണക്കല്ലേ, അത് വൂളിന് വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു വിട്ടാ. നമുക്കറിയില്ല ഇനിയിപ്പൊ അതിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അന്നേരം അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് നടക്കാന്ന് പറഞ്ഞിട്ടാ നിന്നതേ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളവിടെ ഒരു സൂ കാണുന്നു. ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത്. ഇത് ശരിക്കും പിഗ്മി സൂ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഇതുവിടെ ഉണ്ടായിട്ടില്ല കേട്ടാ. കഴിഞ്ഞ വർഷം മറ്റാന്ന് തോന്നുന്നു നമ്മൾ പോയി, പക്ഷെ നോട്ട് ചെയ്യാത്തോണ്ടാന്നോ അറിയില്ല, അതോ ഇപ്പം പുതിയതായിട്ട് വന്നതാണോ അറിയില്ല. ഈ സൂ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. കുറച്ച് വൈകുന്നേരം ഒരു 5 മണി സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. 5 മണി 5:30 6 മണി ആ ഒരു സമയത്ത് അങ്ങനെ അകത്തേക്ക് കയറിയിട്ടാ. ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയയോ ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യോ ഒന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ടിക്കറ്റിന്റെ റേറ്റ് എത്ര, നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മുന്നേ നോക്കി വെക്കുമല്ലോ. പക്ഷെ ഇതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. നമ്മൾ സഡൻ പ്ലാൻ ആയിരുന്നു, അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ആയിരുന്നു. പോയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അഡൽറ്റിന് 20 ദറംസും കുട്ടികൾക്ക് 15 ദറംസും ആണ് ഇതിന്റെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. പിന്നെ അജയേട്ടൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അന്നേരം അതിന്റെ അകത്ത് വലിയ ആൾക്കാരോ ബഹളോ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം രാത്രിയാവുമ്പോൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി കേട്ടാ. ചെറിയ ചൂടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഔട്ട്ഡോർ ഏരിയ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ നല്ലൊരു തണുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽ ഇല്ല. അതുകൊണ്ട് മാക്സിമം വൈകുന്നേരം വന്ന് ഈ ഒരു ക്ലൈമറ്റിൽ വൈകുന്നേരം വരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. സംഭവങ്ങൾ രാവിലെ ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. രാവിലെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവോ എന്നറിയില്ല. നമ്മൾ വൈകുന്നേരം ഒരു 6 മണി ആ സമയത്താണ് പോയത് കേട്ടാ. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് അകത്തേക്ക് കയറി. ഇത് കയ്യിലെല്ലാം വരും. എന്റെ അമ്മ എനക്ക് വേണ്ടപ്പാ. നല്ല സൗണ്ട് എല്ലാം കേട്ടിട്ടില്ലേ? ഇതെല്ലാം ഈ ബേർഡ്സിന്റെ സൗണ്ട് ആണ് കേട്ടാ. ഇങ്ങനെ ഒരു എന്തെന്ന് പറയല്, ഒരു കേജ് കണക്ക് കുറച്ച് വലിയൊരു കൂട് കണക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുവേ. ലവ് ബേർഡ്സ് ആയി കഴിഞ്ഞാലും കുഞ്ഞു കുഞ്ഞു കിളി തൊട്ടിട്ട് വലിയ വലുതെല്ലാം ഉണ്ട് കേട്ടാ. അന്നേരം നമ്മൾ അതിന്റെ അകത്തേക്ക് ഡോറ് അടച്ചിട്ടുണ്ടാവും, അതിന്റെ അകത്തേക്ക് നമുക്ക് കയറി പോവാം. അനുവാദി ആ സൗണ്ട് കേട്ടിട്ട് എന്നെ പേടിച്ച് അന്തം വിട്ട് നിൽക്കുന്നാണ്ടാ. ഇനി വരുന്നുണ്ടായിട്ടില്ല. എന്നിട്ട് അജയേട്ടൻ വിളിക്കുന്നുണ്ട് വാ കേറ് എന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം ഇത് ഓപ്പൺ ആയിട്ട് വിട്ടിട്ടില്ലേ, എന്നാലും നമ്മൾ തലേന്റെ മുകളിൽ വന്നിരിക്കുവെന്നെല്ലാം പേടിച്ചിട്ടാണില്ലത് കേട്ടാ. ഇത് ഇങ്ങനത്തെ ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഇതെന്തെന്നാ ഇതിന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാരറ്റാണ്, എന്തോ ഒരു പാരറ്റാന്നല്ലേ. ഓക്കെ, അന്നേരം എനിക്ക് ഇതിനെല്ലാം പേടിയാന്ന് കേട്ടോ. അനുവിനെ അതിന്റെ പേടി ശരിക്കും എന്റെ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നു. അജയേട്ടന്റെ കയ്യിൽ പോയിട്ടിരുന്നുവേ. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഡ്രസ്സെല്ലാം കൊത്തി വലിക്കുന്നുണ്ട് കേട്ടാ. അജയേട്ടൻ എന്തേരം അത് പറയാ, അങ്ങനെ ഡ്രസ്സെല്ലാം കൊത്തുന്നത് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പിന്നെ ആൾക്ക് അടുത്ത ഐറ്റം കിട്ടിയേ അജയേട്ടന്റെ വാച്ച്. കുറെ ആളുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്നത്, അവിടെ ഇരിക്കുന്നതെല്ലാം ആയിട്ട്. അനുവാദി ഇത് കണ്ടിട്ട് എന്നെ മുറുക്ക പിടിച്ചിട്ടായില്ലേ പേടിച്ചിട്ട്. മൂപ്പര് നല്ല നല്ല അടിപൊളിയായിട്ട് എന്ന് പറയല് നല്ല തിരക്കിലാന്നേ. ആ വാച്ച് എടുക്കാനുള്ള പ്ലാനാണ്. അവസാനം മിഷൻ സക്സസ് ആയി കേട്ടാ. ഇതങ്ങ് അഴിച്ചു, ആ വാച്ച് അങ്ങ് അഴിച്ചു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നേരെ ഡയറക്റ്റ് താഴെ വീഴുന്ന ടൈപ്പ് വാച്ചല്ല, നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരി എടുക്കേണ്ട വാച്ചാണേ. അതുകൊണ്ട് വീണിട്ട, അല്ലെങ്കിൽ അത് വീഴട്ടിട്ടാ. നന്നായിട്ട് കൊത്തി വലിച്ച് എടുക്കുന്നുണ്ട്. എനിക്ക് കണ്ടേ ഒരു വല്ലാത്തൊരു ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയി. അല്ലെങ്കിൽ ഇങ്ങനത്തെ തത്തകളെല്ലാം കുറച്ചും കൂടി ഇന്റലിജന്റ് ആണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് അങ്ങനെ ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അനുവാദി ആകെ ഷോക്കായിട്ടില്ല. അനുവാദി തലേന്റെ മുകളിലെല്ലാം ഓരോന്ന് ഇരിക്കുന്നുണ്ട്. മുകളിൽ മീൻസ് അതിന്റെ റൂഫിന്റെ സൈഡിലെല്ലാം ഇരിക്കുന്നുണ്ട്. അന്നേരം അതെല്ലാം കണ്ടിട്ട് അനുവാദി പേടിച്ച് നിൽക്കുന്നു കേട്ടാ. എന്തൊന്നും ആക്കണ്ട്, വേണ്ടമ്മ പോവാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. അവർക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തതൊന്നല്ല, അവർക്ക് ഏകദേശം എല്ലാം പേടിയാണ്. അന്നേരം അതുകൊണ്ട് പിന്നെ ഞാനും അധികം ചെറിയൊരു പാറ്റിനെ എടുത്തിട്ട് അവര് കൈമ കൊടുക്കാൻ തന്നു. അവര് പറഞ്ഞു കുഴപ്പമില്ല പേടിക്കണ്ടെന്ന്. പക്ഷെ അനുനിയാദിക്ക് പേടി.
പിന്നെ എനക്ക് പേടിയില്ലതുകൊണ്ട് ഞാനും പിന്നെ അതിനൊന്നും മുതിർന്നിട്ടില്ല കേട്ടാ. കുറേ പക്ഷിക്കൂട്ടം ഇരിക്കുന്ന സൈഡിലൂടെ ഞാൻ നടന്നിട്ട് വന്നതാണ്. അതിന് എന്റെ ബാക്കിൽ കുറേ പക്ഷിയുണ്ട്. അത് പേടിച്ചിട്ട് എന്റെ മുന്നിൽ മറഞ്ഞു നിൽക്കുന്നതാണ് കേട്ടാ. പിന്നെ അടുത്തത് കണ്ടത് ഫ്ലെമിംഗോസിനെയാണ്. അടുത്ത് തന്നെ കാണാൻ പറ്റുമ്പോ നല്ലൊരു സന്തോഷല്ലേ. പക്ഷെ അതിന് അനുവിന് അധികം അത്ര പേടിയില്ല. ഇത് പറന്നു പോകൂലല്ലോ, മറ്റേത് ഇങ്ങനെ പറന്ന് അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നെല്ലാം ഉണ്ട്. അതെല്ലാം കാണുന്ന സമയത്ത് ഒളിച്ചൊളിച്ച് നിൽക്കുന്നു കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് ഇതിനൊന്നും പേടിയില്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം നല്ല രസമായിരിക്കും. കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവര് നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ അനുവിന് അതിനെ പോലെ പേടിത്തൊണ്ടികൾക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തുവേ, ഇങ്ങനെ ഓരോരോ ബേർഡ്സിനെല്ലാം നോക്കി കുറച്ച് സമയം ഇങ്ങനെ അവിടെ അതിന്റെ അകത്ത് നിന്നു. അനുവാദി എന്നെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടാ. അവർക്ക് നല്ല പേടിയുണ്ട്. അതിന്റെ അകത്ത് നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. എനക്കൊരു ഐഡിയയും ഇല്ല ഇനി എന്തെന്നാ കാണാനില്ലേ, എന്തെന്നാ നമുക്ക് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതിന്റെ അകത്ത് എന്തായിരിക്കും എന്നുള്ളത്. വലുതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഞാനത് മുന്നേ നോട്ട് ചെയ്തിട്ടുമില്ല, നമ്മൾ എന്റെ കണ്ണിൽ പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയത്. തന്നെ പോകുമ്പോ നമ്മളെ പശു, നമ്മള് എന്തെന്ന് പറയല്, കുഞ്ഞി പശു അല്ലേ, മീൻസ് വലുത് തന്നെ, അത് അത്ര സൈസ് ഉള്ളത് എന്തോ പറയലുണ്ടല്ലേ. അതുപോലത്തെ പശു, കുറച്ച് ആട്ടും കൂട്ടം. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ നെയിം എന്നാന്ന് എനിക്കറിയില്ല കേട്ടാ. ഇത് ചെമ്മരി ആടാണോ നോർമൽ ആടാണോ എന്നൊന്നും എനിക്കറിയില്ല. അന്നേരം അതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. മീൻസ് പുറത്തുനിന്ന് പുല്ല് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ ആദ്യം കയറിയ സമയത്ത് നമ്മൾ അത് അത്ര ചിന്തിച്ചിട്ടില്ല. നമുക്ക് അറിയില്ലല്ലോ ഇതിന്റെ അകത്തുനിന്ന് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടാ. അന്നേരം അതിന് ഫീഡ് ചെയ്ത് അതിന് ശീലമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അത് നമ്മള് ആളെ കാണുമ്പോ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. ടച്ച് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. അതിന്റെ ഇടയിൽ കുഞ്ഞൊരു ആട്ടുംകുട്ടീനെ കണ്ടു. കാണുമ്പോ അനുവാദ്യം പറഞ്ഞു അത് മരിച്ചു പോയതാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് ആകെ ടെൻഷൻ ആയത് കണ്ടിട്ട്. പക്ഷെ അല്ല കേട്ടാ, അത് എനിക്ക് തോന്നുന്നു അത്രയും ചെറുതായതുകൊണ്ട് അതാണ് ഇങ്ങനെ കിടക്കുന്നതാണേ. പിന്നെ കഴുതകള് ഈ പറഞ്ഞ കണക്ക് തന്നെ ആൾക്കാരെ കാണുമ്പോൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അനുവാദ്യം വളരെ എന്തെന്ന് പറയാ, അത്രയും എക്സൈറ്റഡ് ആയിട്ട് അത്രയും ഹാപ്പി ആയിട്ടായില്ലേ അവരിതെല്ലാം കണ്ടിട്ട് ആകെ വണ്ടർ അടിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതുപോലെയില്ലേ കുറച്ച് ആനിമൽസ് തൊടാൻ പേടിയുണ്ട്, പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കണക്കാണ്. തൊടാവോന്ന് ചോദിക്കുന്നത് എന്നോടെ. അജയേട്ടൻ പിന്നെ ട്രയൽ ആയിട്ട് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ തൊട്ടാ മതി എന്ന് പറഞ്ഞിട്ട്. അന്നാട് വേഗം അനുവാദി വളരെ ഇതില് തൊടുന്നുണ്ട്, തൊട്ട് മുട്ടി എന്നാട് അത് ഇങ്ങനെ നോക്കുന്നുണ്ട്. തൊടുന്ന സമയത്ത്, ടച്ച് ചെയ്യുന്ന സമയത്ത് നോക്കുന്നുണ്ട്. അത് നോക്കുന്ന സമയത്ത് നേരെ ബാക്കിലോട്ട് പോയേ. പിന്നെ അടുത്തത് ഇത് അങ്ങനെ അത്ര കോപ്പറേറ്റീവ് അല്ല. പിന്നെ തൊട്ടടുത്തില്ലേ വീണ്ടും ഡോങ്കിന്റെ അടുത്തേക്ക് തന്നെ ഡോങ്കി ഇവരെ കൈ നീട്ടുമ്പോൾ തന്നെ ഓടി വന്നു. അത് അനുവിന് നല്ലോണം ഇഷ്ടായിട്ടാ. കാരണം അനുവിന് നല്ലോണം ഇഷ്ടപ്പെട്ടു ഡോങ്കിനെ. കാരണം അത് ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഇവളെ ഫോളോ ചെയ്യുന്ന പോലെ. പിന്നെ അവിടെ ഉണ്ടായ പുല്ല് ഓരോന്നിനായിട്ട് ഇട്ട് കൊടുക്കുന്നേ. അന്നേരം കണ്ട അത് കഴിക്കുന്നുണ്ട്. അന്നേരം ഇവരെ കൈമെന്ന് തന്നെ അത് കഴിക്കുമ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് വേണ്ട നിങ്ങള്. പിന്നെ ആദ്യത്തതേ ഉണ്ടായിട്ടു, പിന്നെ പിന്നെ അത് ശീലായിട്ടാ. പിന്നെ അത് ഈ നിലത്ത് കിടക്കുന്ന പച്ചപ്പുല്ലെല്ലാം എടുത്ത് ആദ്യം ഒരു പേടി ഉണ്ടായിന്, പിന്നെ കൊടുത്ത് ഡയറക്റ്റിന് കൊടുക്കാൻ തുടങ്ങി. അതിങ്ങനെ അതിന്റെ അകത്തേക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന ഉണ്ടായത്. അനു അതിനോട് ചോദിച്ച ചോദ്യം കിട്ടുക, ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടേന്ന്. അത് സമ്മതിച്ച പോലെ ആള് മുഖമെല്ലാം ചിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അനുവിന് നല്ല സന്തോഷമായി അത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒട്ടകത്തിനെ കണ്ടു. ഈ പറഞ്ഞ കുട്ടികൾ ഓരോരോ പുല്ലിന്റെ കഷ്ണം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അന്നേരം അത് നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് ഇതാ ഈ കാണുന്ന കുഞ്ഞി കുരങ്ങൻ. അനുവിനെ അധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. കാരണം നന്നായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കണ്ട ഉടനെ കൈ നീട്ടുന്നുണ്ട്. എന്റെ പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടാ ഇപ്പം കൈ നീട്ടുന്നത്. അതിന് എല്ലാരും ഇങ്ങനെ ഫീഡ് ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു, ഫുഡ് കൊടുക്കുന്നോണ്ടാന്ന് തോന്നുന്നു. അത് അതിനെ ആൾക്കാരെ കാണുന്ന സമയത്ത് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അനുവാദിയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായി. കുറേ സമയം അവര് വരുന്നേ ഇല്ല, അവിടെ തന്നെ നിന്നു കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം അനുവാദി പരക്കെ എല്ലാത്തിനെയും തൊട്ടിട്ട് എന്തോ ഇറിറ്റേഷൻ കണക്കെ ഫീൽ ചെയ്യലായി അനുവാദിക്കും.
അതിന്റെ ഇടയിൽ നടന്നിട്ട് വരുന്ന സമയത്ത് ഞാൻ വേറൊരാളെ കണ്ടുവേ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടാ. നമ്മളെ കങ്കാരു. കങ്കാരു വെള്ള കളറിൽ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടാ. ബാക്കി നമ്മൾ വൈറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കങ്കാരു എന്നെയോന്ന് കുറച്ച് സമയത്തേക്ക് ഡൗട്ടായി. പിന്നെ ഈ തുള്ളുന്നതെല്ലാം കാണുന്ന സമയത്ത് ആ കങ്കാരു ഇങ്ങനെയാണല്ലോ എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ബൾബ് മിന്നി. അവിടെ ഒരു റാബിറ്റും ഉണ്ടായിനി. പിന്നെ അങ്ങനെ കുറച്ച് ആനിമൽസ് ഉണ്ട്. അത് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. കാരണം നമ്മളെ കാണുന്ന സമയത്ത് തന്നെ ഓടി വരുന്നുണ്ട് അത് ഫുഡ് കിട്ടുമോ എന്നെല്ലാം വിചാരിച്ചിട്ട്. ചില ആനിമൽസിന്റെ കൂട്ടിന് പുറത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഫിംഗർ ഒന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിരിക്കും. നമ്മൾ കയ്യെ വിരലേ കടിച്ചു കൊണ്ടുപോകുന്ന ടൈപ്പ് ആയിരിക്കും കേട്ടാ. അത് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിയിട്ട് പോകുന്നവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് കൈ അതിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് പിന്നെ കൈന്റെ വിരലും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അടുത്തത് നമ്മ കണ്ടത് ഒരു ചെന്നായിനെയാണ്. ആ ചെന്നായിലെ അവിടെ ഒരു ഫുൾ ചിക്കൻ ഉണ്ടായിനി. ആ ചിക്കനെ മണ്ണിൽ പൂഴ്ത്തി വെക്കുന്നതാണ്. എന്തിനാന്ന് എന്തോ അങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അവിടെ ഓൾറെഡി അവർ എഴുതിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ കൈയൊന്നും വിരലൊന്നും ഇടാൻ പാടില്ലാന്ന്. നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ട്. ഏകദേശം അവരിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഡോറ് തുറക്കുന്നിടത്ത ശരിക്കും ഗ്രില്ലാണ് കേട്ടാ. പിന്നെ കുറച്ച് കൂമൻ മൂങ്ങേനെല്ലാം കണ്ടു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ലിസാർഡിന്റെ ഒരു ടൈപ്പ് ഉണ്ടായിട്ടാ. നേരത്തെ ചെന്നായി കുഴിച്ചിട്ടിട്ടുണ്ടായിട്ടില്ലേ ഒരു ചിക്കൻ. അതിന്റെ സ്മെല്ലടിച്ചിട്ട് ഈ ആള് ആടെ പോയി ഇരുന്നിട്ട് കുരക്കുന്നുണ്ടായിന് കുറെ സമയം. വലിയ സൗണ്ട് ആയിരുന്നു. അതിന്റെ അടിയിൽ ഫൈൻഡ് ചെയ്തു അടുത്തത് നമ്മ കണ്ടതാണ് കേട്ടോ ഈ കഴുകൻ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നേരിട്ട് കാണുന്നത്. എനിക്കെന്തോ ഇങ്ങനത്തത് കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ആണേ. ഇപ്പൊ ഈ മങ്കീനെല്ലാം കണ്ട് ആ കുഞ്ഞിക്കുരങ്ങനെല്ലാം കണ്ട് ആസ്വദിച്ച പോലെ എനിക്ക് ഇത് ആസ്വദിക്കാനാവുന്നില്ല. എന്തോ ഒരു ഉൾഭയം പോലെ, എന്തോ ഒരു പേടി പോലെ. അതിങ്ങനെ നല്ല കാണാൻ ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോ അങ്ങനെ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല ഹ്യൂജ് ആയി നല്ല സൈസ് ഉണ്ട് കേട്ടാ. നല്ല വലിപ്പമുള്ള സംഭവമാണേ. അതിങ്ങനെ പാറുന്ന സമയത്ത് ഇങ്ങനെ ചിറകിട്ടടിക്കുന്ന സമയത്തെല്ലാം വലിയ സൗണ്ട് വരുമ്പോ എനിക്ക് എന്തോ ഒരു പേടി പോലെ കാണുന്നത്.
കിട്ടിയ 5 മിനിറ്റില് ആ തത്തേനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടു. അങ്ങ് തത്തമ്മയെ പൂച്ചയാന്ന്. ആ തത്തയാണെങ്കിൽ തിരിച്ചെന്തല്ലോ പറയുന്നുണ്ട് ഇങ്ങോട്ട്. സൗണ്ടെല്ലാം ആക്കുന്നുണ്ട്. അവസാനം ഒരു നടക്ക് പോവൂലെന്ന് അറിഞ്ഞതുകൊണ്ട് ചേട്ടൻ മുന്നോട്ട് നടന്നു കേട്ടാ. കൊറേ ഇത് തത്തേന്റെ വെറൈറ്റീസ് അങ്ങനെയുള്ള സംഭവങ്ങളാണേ.
നീ വീണ്ടും വന്നോ? നീ വീണ്ടും വന്നോ? വീണ്ടും വന്നോ? ഇയാളെ ഞാൻ കുറച്ച് നേരത്തെ പരിചയപ്പെട്ടതാണേ. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലെല്ലാം പോയ സമയത്ത് വീണ്ടും പരിചയം പുതുക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടാ. അനുന്യാദിക്കും ഇഷ്ടപ്പെട്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു സംഭവം ഇതാണേ. കുറേ കുഞ്ഞി പട്ടികളും അതിന്റെ ഇടയിൽ അനുവാദിയും. അനുവാദിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടാ. കാരണം അവർക്ക് പൊതുവേ ഞാൻ പറഞ്ഞില്ല എല്ലാം പേടിയാണ്. എന്നിട്ട് പക്ഷെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു സ്റ്റാഫ് അനുവിനെ അതിനെയും കൂട്ടിട്ട് കൊണ്ടുപോയതാണേ. സംഭവം എല്ലാരും നല്ല ക്യൂട്ടാണേ. ഈ പറഞ്ഞാണെങ്കിൽ നമ്മളിങ്ങനെ പാമ്പർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ സൈഡിലേ ഇങ്ങനെ വന്ന് കാലിന്റെ അടുത്ത് വന്ന് നിന്ന് അങ്ങനെ. അനുവാദിയെല്ലാം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും കേട്ടാ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതെല്ലാം. അന്നേരം അടുത്ത് വന്നിട്ട് നിക്കുന്നുണ്ടേ. പക്ഷെ അനുവാദി ഞാൻ പറഞ്ഞു ഓടാൻ പാടില്ല. ഇത് കാണുമ്പോ ചിലപ്പോ ഓടുന്ന സമയത്ത് പുറകെ വരുന്നത് മാത്രല്ല, കാരണം എല്ലാം കുഞ്ഞി ഇങ്ങനെ ചെറുതല്ലേ. അന്നേരം അറിയാണ്ട് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓടാൻ പാടില്ല, അവരടുത്ത് വരുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് നിക്കണം എന്ന് പറഞ്ഞു. നോക്കിയിട്ട് മാത്രമേ നടക്കാൻ പാടുള്ളൂ, കാരണം വാലിനോ ചവിട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതെല്ലാം കൊണ്ട് പക്ഷെ അവിടെ ഒരു കുട്ടിയുണ്ട്, അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫിന്റെ ആരോ ആയിരിക്കും, മേ ബി എപ്പോഴും കാണുന്നതാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞ് വന്ന ഉടനേല് എല്ലാ പപ്പീസും ആ കുഞ്ഞിന്റെ ബാക്കിലേ പോയിട്ടാ. എല്ലാരും ആ കുഞ്ഞിനെ ഇങ്ങനെ വട്ടം വെച്ച് നിൽക്കുന്നതാണ്. അതിന്റെ ഇടയിൽ എന്റെ കാലിന്റെ ഇടയിലെല്ലാം ഒരാൾ വന്ന് കാലിന്റെ സൈഡിലെല്ലാം വന്നിട്ട് കിടക്കുന്നുണ്ട്. അനുവിന്റെ അതിന്റെ സൈഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് പൊതുവേല് നായിനെ നല്ല പേടിയാണ്. എന്നെ 2 പ്രാവശ്യം നായി ഓടിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് പേടിയാണ്. പക്ഷെ ഇത്രയും ക്യൂട്ടായിട്ട് കാണുമ്പോൾ നമുക്ക് പേടിക്കാൻ തോന്നുന്നില്ല. ചെറുതാണ് കേട്ടാ, ചെറിയ പപ്പീസാ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. അതിൽ എനിക്ക് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് കളറാണ്. ഇങ്ങനെ എന്തെന്ന് പറയുന്നത് കണ്ട ആ പുറകെ ആ സ്റ്റാഫിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇങ്ങനൊരു ഒരു ഇതെന്ന് പറയുന്നത് ഒരു നമ്മള് ടോയ് ഇല്ലേ അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിട്ട്. നല്ല ഭംഗിയുണ്ട്.
അതിന്റെ തൊട്ടടുത്ത് തന്നെ പൂച്ചേന്റെ ഒരു സെക്ഷനും ഉണ്ട്. അധികമൊന്നുമില്ല കേട്ടാ, കുറച്ച്. പക്ഷെ എന്റെയും അനുവിന്റെയും അതിന്റെയും കാര്യമാണെങ്കിൽ പൂച്ചേനെ അത്ര വലിയ കാര്യമില്ല, നായിനെയാണ് കേട്ടോ ഇഷ്ടം. അന്നേരം ആദ്യം എല്ലാം എസ്കേപ്പ് ആവാൻ നോക്കിയതാണ്. അന്നേരം സ്റ്റാഫ് പറഞ്ഞു കുഴപ്പമില്ല കയറിക്കോന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടി വന്നിട്ട് നമ്മളെ കൂട്ടത്തിലേക്ക് ഇറക്കി അങ്ങ് വിട്ടു കേട്ടാ. അന്നേരം ടച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി, കാരണം ഇവൾക്ക് ഇങ്ങനെ പേടിയില്ലതുകൊണ്ട് ടച്ച് ചെയ്യണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായി ആ സ്റ്റാഫ്. ടച്ച് ചെയ്യേണ്ട, ജസ്റ്റ് കണ്ടിട്ട് വന്നാൽ മതി. എന്തോ നായിനെ പോലെ എനിക്ക് അത്ര ഇപ്പം പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്ടങ്ങളല്ലേ, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നായ്ക്കുഞ്ഞുങ്ങളോടാണ് കേട്ടാ, പൂച്ചേനെയും കാട്ടി. അങ്ങനെ കുറച്ച് സമയം എല്ലാം ഒന്ന് കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇവിടെ നന്നായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷോപ്സ് ഉണ്ട്, പിന്നെ വാഷ്റൂംസ് എല്ലാം നല്ല സെറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ഉണ്ട്. ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയിരിക്കും കേട്ടാ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവല്, പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് കേട്ടാ. അന്നേരം ആൾക്കാർ ഈ സമയമാകുമ്പോൾ ആൾക്കാര് കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയം പോലെയല്ല, നമ്മൾ വൈകുന്നേരം അല്ലേ വന്നിന്. ഇപ്പൊ ഏകദേശം രാത്രി ഇരുട്ടി. പിന്നെ അന്നേരം അവിടെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നേ, പ്രോഗ്രാം നടക്കാനുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട്. നമുക്കിനിയിപ്പൊ അടുത്തത് ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയായി, കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ സംഭവമാണ് എന്നുള്ളത് മനസ്സിലായി എനിക്ക് ഏകദേശം. അന്നേരം അനുവാദിയും അത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടാ. ഇനി ബാക്കിയുള്ള വീഡിയോസ് ഇങ്ങ് കണ്ടു നോക്ക്.
ഏകദേശം ഒരു 3 ടൈപ്പോളം പ്രോഗ്രാം നമ്മ ആടെ ഉണ്ടാവുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിന് കേട്ടാ. ഫസ്റ്റ് കാണിച്ചു തന്നിട്ടില്ലേ ഒരു എന്തെന്ന് പറയല ഒരു കാർട്ടൂൺ കണക്കില്ല സംഭവം. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികളായി കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതാ ഈ സംഭവമല്ലായി പുറത്തുനിന്ന് ഒരാളെ അകത്തേക്ക് അതിന്റെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരവിടുന്ന് ചെയ്യുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടാ. ചിരിച്ച് നല്ല കോമഡിയാണ്, നല്ല ചിരിക്കാനെല്ലാം ഉണ്ട്. അന്നേരം അങ്ങനെ കുറച്ച് സമയം നമ്മ അവിടെ സ്പെൻഡ് ചെയ്തുവേ. അനുവാദിക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ നമ്മള് കുറെ സമയം അവിടെ ഇരുന്നു. പിന്നെ ഡാൻസ് ഒക്കെ വരുന്ന സമയത്ത് അവര് കുട്ടികളെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിനി. അനു ആദ്യം പോവാൻ മടിച്ചിട്ട് പിന്നെ പോയില്ല. ചെറിയ പൊടിക്കുഞ്ഞുള്ള വരെ അതിന്റെ അകത്ത് കയറി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടാ. അനുവാദിക്കും പിന്നെ മടിയായി. എന്നിട്ട് ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നാ പോവായിരുന്നില്ലേ എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ പാട്ടൊക്കെ വെച്ച് എല്ലാരും അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ടേ. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞോടുകൂടിയിട്ട് നമ്മ മെല്ലെ നടന്ന് ഇറങ്ങാന്ന് വിചാരിച്ചുവേ.
സംഭവം കഴിഞ്ഞിട്ടൊന്നുമില്ല. പേരൻസിന്റെ എല്ലാം ഒരു പ്രോഗ്രാം പുറത്ത് ഈ സ്റ്റേജിന്റെ താഴെ വെച്ച് നടക്കുന്നുണ്ടായിനി. പിന്നെ അവിടുന്ന് നമുക്ക് മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ബാക്കിയില്ലേ മീൻസ് അവിടെ തന്നെയായിട്ടാ എക്സിറ്റിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റേജിൽ വരുന്നത്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാല് കണ്ടിട്ട് പിന്നെ അനുനിയാതിക്ക് ഊഞ്ഞാല് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മതി. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടേ. ഈ സംഭവം ഔട്ട്ഡോർ ആയിരുന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അത്ര ചൂട് എഫക്റ്റ് ആവൂല. നന്നായിട്ട് നല്ല എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അറേഞ്ച്മെന്റ് ഇരിക്കാനായി കഴിഞ്ഞാലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. തിരക്കുണ്ടാവുമായിരിക്കും നോർമലി. ഇപ്പൊ ഞാൻ പോയത് ഒരു ഓഫ് ഡേയ്സ് ആയിട്ട് പോലും അത്ര വലിയ അധികം ഒരു തിരക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ. ഇനിയിപ്പോ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുമായിരിക്കും. എന്തായാലും ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നാ പിന്നെ ആയിക്കോട്ടെ കേട്ടാ. വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം.